ഇപ്പോൾ അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ SJR കുമാർ ചേർന്നത്. ശ്രീ SJR കുമാർ, എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു നിരീക്ഷണം കൂടിയാണ് പുറത്തു വരുന്നത്. നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടെടുത്ത കേസുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? നമ്മളുടെ അയ്യപ്പ ഭക്തന്മാരുടെ നേരെ 2018-19 കാലയളവില് വളരെയധികം പോലീസ് മർദ്ദനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. നമ്മൾ നാമജപ യാത്ര നടത്തിയപ്പം അതിനെ തടസ്സപ്പെടുത്തുകയും ബലമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ എല്ലാം പേരിൽ, പലരുടെയും പേരിൽ കള്ളക്കേസുകളും എടുത്തു. ഇതാണ് ശബരിമല പ്രക്ഷോഭ സമയത്ത് അതിൽ ശക്തമായ ഹിന്ദുവിന് വേണ്ടി അല്ലെങ്കിൽ ഭക്തന്മാർക്ക് വേണ്ടി നിലകൊണ്ടവരുടെ ഒരവസ്ഥ എന്നുള്ളത് നമുക്കൊക്കെ പൊതുവെ അറിയാം. പക്ഷേ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഇത്തരം പീഡനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശാന്തമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത് എന്തെന്നാൽ ഇവിടെ നീതി വ്യവസ്ഥ പരിപാലിക്കപ്പെടും, കോടതികളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള പല കള്ളക്കേസുകളും നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലൊക്കെ എത്തിയപ്പോൾ അത് യാതൊരു വാസ്തവമില്ലാത്തതാണെന്നും പലപ്പോഴും പലതിനും സാക്ഷിയില്ല, വേണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുതയെല്ലാം മനസ്സിലാക്കി കള്ളക്കേസുള്ള നിലയിൽ പല കേസുകളും ഒന്നൊന്നായിട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ കണ്ടത് ഈ കലാപാഹ്വാനം, ഇപ്പൊ ഈ പിൻവലിച്ചു എന്ന് പറയുന്ന കേസ്, അതിൽ പ്രധാനമായിട്ട് കണ്ടത് കലാപാഹ്വാനം നൽകി, അതുപോലെ തന്നെ മാരകായുധമെന്ന് പറഞ്ഞിട്ട് മുളവടിയാണ് പറയുന്നത്. അത്തരം മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസിനെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും മർദ്ദിക്കുക, അവിടുത്തെ ഒരു പാർട്ടി ഓഫീസ്, CPM-ന്റെ പാർട്ടി ഓഫീസ് നശിപ്പിച്ചു തുടങ്ങിയ കേസുകളാണ് ഉണ്ടായിരുന്നത്. സത്യത്തില് ഇത് അവാസ്തവമാണെന്നുള്ളത് പോലീസുകാർക്ക് പോലും അറിയാം. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാൽ നമുക്കറിയാം, കേരള സർക്കാർ, കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ നിഗൂഢമായ ഇത്തരം കള്ളക്കേസുകൾ എടുക്കേണ്ട സാഹചര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ നടപടികളോടെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. നമ്മൾ ശക്തമായ പ്രതിഷേധത്തിൽ കൂടെയും അതുപോലെ സുപ്രീം കോടതിയിൽ നമ്മൾ റിവ്യൂ പെറ്റീഷനും റിട്ട് പെറ്റീഷനും കൊടുത്ത് അതിനെ തടയുകയും ചെയ്തതോടുകൂടി അവരുദ്ദേശിച്ച തരത്തിലേക്ക് ശബരിമലയിലെ വിശ്വാസത്തിനെ തകർക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആ വൈരാഗ്യമാണ്. കൂടാതെ ആ സമയത്ത് നമുക്കറിയാം ശക്തമായ രീതിയിൽ എത്രത്തോളം കേസുകളുണ്ടായാലും പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായാലും ഒരു കാരണവശാലും നമ്മുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നമ്മളെ ശക്തമായ പ്രക്ഷോഭം, അതുപോലെ തന്നെ ഹിന്ദു സമൂഹം മൊത്തത്തിലും സംഘപരിവാറിന്റെ ഹിന്ദു സംഘടനകളും മറ്റു സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടും മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് ആ ഒരു സമയത്ത് കേരളത്തിലെ വിവിധ സാമുദായ സംഘടനകൾ പോലും എല്ലാവരും കൂടെ ഒന്നിച്ച്, ഭക്തജനങ്ങളെല്ലാം, ഹിന്ദുക്കളെല്ലാവരും ഒന്നിച്ച് തന്നെ ആയിരുന്നു ആ പ്രക്ഷോഭത്തിലും അതുപോലെ തന്നെ എല്ലാ നടപടികളും നമ്മൾ കാണണം. തീർച്ചയായിട്ടും അതിനെതിരെ നീങ്ങിയ കേരള സർക്കാരിന്റെ ഈ ഗൂഢനീക്കങ്ങൾ, കള്ളക്കേസുകളെല്ലാം ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്നു. അത് മുമ്പും പല കേസുകൾ നമ്മൾ ഇതുപോലെ കാണാൻ പറ്റും. അതായത് നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഓരോ വസ്തുതകളാണ് ഈ കേസുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്കറിയാം, ഹൈക്കോടതി വരുമ്പം അതിന് സാക്ഷിമൊഴികളില്ല, തെളിവില്ല എന്ന് കാണുമ്പോൾ ഒന്നൊന്നായിട്ട് പിൻവലിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇത് തന്നെ ജനം TV തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് നമ്മൾ ഒരു ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കണ്ടൊരു വിഷയം, മാന്നാർ, അതായത് ഇത്തരം കേസുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അടിക്കടി ഇത്തരം കേസുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം നടപടി ഉണ്ടായിട്ടും അല്ലെങ്കിൽ എത്ര വാദങ്ങൾ ഉന്നയിച്ചിട്ടും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നില്ല, തള്ളിപ്പോന്നു, ഉപേക്ഷിക്കപ്പെടുന്നു എന്ന് കണ്ടിട്ടും, അതുപോലെ തന്നെ നമുക്കറിയാം കേരള സർക്കാർ മന്ത്രിസഭ കൂടി ഈ ശബരിമല കേസ്, അന്നത്തെ കേസുകളിലെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടും അവർ വീണ്ടും പുതിയ കേസുകളായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ജനം TV ചർച്ചയ്ക്കെടുത്തൊരു വിഷയമാണ് മാന്നാർ കേസ്. മാന്നാറിലെ പോലീസ് സ്റ്റേഷനിലെ അടുത്തൊരു കേസ്, അതായത് അന്ന് ഗവർണറായിരുന്ന ശ്രീ ശ്രീധരൻപിള്ള, മുൻ മന്ത്രി V മുരളീധരൻ തുടങ്ങി ഞാൻ, ശശികല ടീച്ചർ തുടങ്ങി നമ്മുടെ എല്ലാം പേരിൽ 13ഓളം പേരുടെ പേരിലെടുത്ത കള്ളക്കേസ്, മാരകായുധം എന്തിക്കൊണ്ട് അവിടുത്തെ DYFI പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസ് നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പൊ അത്തരം കേസുകൾ വീണ്ടും അവിടുന്ന് ഇവിടുന്ന് പൊങ്ങി വരുന്നു നമ്മൾ കാണണം. അതായത് ഒരു വശത്തൂടെ കോടതിയിലെ ഹൈക്കോടതി ഇടപെടൽ മൂലം കേസുകൾ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കേസുകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ഈ സമൂഹത്തോട് കടപ്പാടില്ല, അത് ഭക്തജനങ്ങളോട് വെറുപ്പാണ്, വിദ്വേഷമാണ്, അതിന് ഏതറ്റം വരെയും പോകും. കോടതികൾ ഇടപെട്ട് ഓരോ കേസുകൾ അവസാനിപ്പിച്ചാലും സമാനമായ അതുപോലുള്ള കേസുകൾ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭക്തജനങ്ങളെ മനസ്സ് മടിപ്പിക്കാം എന്നാണ് അവർ ധരിക്കുന്നതെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ശക്തമായ പ്രതികരണം ഉണ്ടാവും. ഇതൊരിക്കലും നമ്മൾ
താഴ്ത്തിയിട്ട് കുനിഞ്ഞു നിന്ന് സ്വീകരിക്കുന്ന പരിപാടിയില്ല. കേസുകളുടെ കാര്യത്തിലായാലും ശരി, ഇത്തരം വിഷയങ്ങളുടെ കാര്യത്തിലായാലും ക്ഷേത്രദംശങ്ങളുടെ കാര്യത്തിലായാലും ശരി, ശക്തമായ രീതിയിൽ തന്നെ ഹിന്ദു പ്രതികരിക്കാൻ ഇന്ന് പഴയതിലും ശക്തമാണ്. 2018 19 കാലത്തേക്കാൾ 10 മടങ്ങ് ശക്തിയാർജിച്ച ഒരു ഹിന്ദു സമൂഹമാണ്, ഒരു ഭക്തജന സമൂഹമാണ് ഇന്ന് നിലനിൽക്കുന്നുള്ളത് ഈ സർക്കാരും ഇടതുപക്ഷ പാർട്ടികളും കാണണം. അത് യാതൊരു കാരണവശാലും അത്തരം നീക്കതിനെ അനുവദിക്കത്തില്ല. ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന പീഡനം ഇനിയും തുടരാനാണെങ്കിൽ അതിനുവേണ്ടി ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ബഹുമാന്യായ കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായൊരു നീതി നിർവഹണം നടത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരിക്കലും നീതി നിഷേധിക്കപ്പെടില്ല എന്നുള്ളതിന്റെ പൂർണ്ണ വിശ്വാസം നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കേസൊക്കെ മുന്നോട്ട് പോയെങ്കിലും അതിനെ മറ്റൊരു തരത്തിൽ പ്രതികരിക്കാതിരുന്നത്. അതിന് ഫലം കാണുന്നു എന്ന് നമ്മൾ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ട്.